ഇവിടെ ഒരു കാര്യം പറയുവാണെങ്കിൽ പലരും ഡിസ്കസ് ചെയ്യുന്നത് 24 ആരുടെയോ പടം കാണിച്ചിട്ട് സുകുമാരക്കുറുപ്പാന്നും പറഞ്ഞിട്ട് അവരുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ അല്ലേ. ഒരു തെളിവില്ലാതെ ഏതോ ഒരു വ്യക്തിയുടെ പടം കാണിച്ചിട്ട് ഇതാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല. അത് സുകുമാരക്കുറുപ്പ് അല്ലെങ്കിൽ ഇവരുടെ വിശ്വസനീയത കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. ചരിത്രത്തിലുടനീളം അവർ ചോദ്യം ചെയ്യപ്പെടും ഇത് തെറ്റായിട്ടുള്ള വ്യാജ വാർത്തയാണെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ദ റിയൽ ബ്രേക്കിംഗ് ന്യൂസ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ കേട്ടോ. സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് മലയാളികൾ ചർച്ച ചെയ്യുന്നൊരു പേരാണല്ലോ. 1984 മുതൽ അന്ന് വന്ന പഴയ സിനിമകളിൽ വരെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം മറ്റേ ശ്രീനിവാസൻ ഒരു പോലീസായിട്ടുള്ള പഴയൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ചോദിക്കുന്നത് സുകുമാരക്കുറുപ്പിനെ പിടിച്ചു എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ട് ഒരുപാട് തലമുറ പറഞ്ഞു കേട്ടൊരു പേര്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ പിടിക്കേണ്ട സമയം കഴിഞ്ഞില്ല, ടെക്നോളജിയൊക്കെ ഒരുപാട് മാറിയില്ലേ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണല്ലേ. എന്നാൽ ഇന്ന് 24 ന്യൂസ് ചാനൽ ഒരു ബിഗ് ബ്രേക്കിംഗ് പുറത്തുവിടുകയാണ്. ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് എന്നുള്ളത് 24 ന്യൂസിനാണ് കേട്ടോ. അത് ആദ്യമേ പറയുകയാണ്, കാരണം അവരാണ് വളരെ അത്രയും ഒരു കോർ ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത്. കാരണം ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യത്ത് ഈ സുകുമാരക്കുറുപ്പ് ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയിട്ട് 24ൻ്റെ ടീം അങ്ങോട്ട് പോവുകയാണ്. ദിവസങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ, അങ്ങനെ ഇയാൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അങ്ങനെ കംപ്ലീറ്റ് ഒരു നിരീക്ഷണം നടത്തുകയാണ് ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട്. ഒരുപാട് ദിവസമായിട്ട് 24ൻ്റെ ആ ഒരു വ്യക്തി, ആ ഒരു ടീം അവിടെ താമസിച്ച് ഒരുപാട് നിരീക്ഷണങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള റിസർച്ചുകളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. അവർ ഈ ലൈവ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അവർക്ക് എന്താ സുകുമാരക്കുറുപ്പിനെ കാണിക്കാൻ, നമുക്ക് പിടിക്കാനും സാധിക്കത്തില്ലല്ലോ, പ്രത്യേകിച്ച് ബ്രൂണൈ പോലുള്ള രാജ്യത്ത്. അപ്പോൾ അവിടെ ഇന്ത്യ ആയിട്ട് ആ ഒരു കുറ്റവാളികളെ കൈമാറാനുള്ള എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാത്ത രാജ്യം കൂടിയാണെന്ന് ഓർക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ആരാണ്, അവിടെ ജീവിക്കുന്ന വ്യക്തി ആരാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ്. ഇപ്പോൾ വാർത്തകളിലൂടെ വരുന്ന കാര്യങ്ങളും പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവിടെ ഈ പറയുന്ന വ്യക്തി സുകുമാരക്കുറുപ്പ് തന്നെയാണെങ്കിലും പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എക്സ്ട്രഡീഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു കരാറുണ്ട്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിടുന്ന ഒരു കരാറാണ്. ഇന്ത്യക്ക് ബ്രൂണൈ ആയിട്ട് ആ കരാറില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ സംഭവം സിമ്പിളാണ്. ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കളയുകയാണ്. ഉദാഹരണം UAE എടുക്കുക. UAE ആയിട്ട് നമുക്ക് അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പോലീസ് ഔദ്യോഗികമായിട്ട് UAE പോലീസിന് അല്ലെങ്കിൽ UAE ഗവൺമെൻറ്റിന് വിവരം അറിയിക്കുന്നു. അപ്പോൾ UAE പോലീസ് ആ വ്യക്തിയെ അവിടെ അറസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൈമാറും. ഇതൊരു ഒഫീഷ്യൽ പ്രൊസീജിയറായിട്ട് ഇത് പോകും. അതാണ് ഈ ഒരു എക്സ്ട്രഡിഷൻ എഗ്രിമെൻ്റ് എന്നുള്ളത് കൊണ്ട്. അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചുമ്മാ കേരള പോലീസൊന്നും സാധാരണ ഇതിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒഫീഷ്യൽ പേപ്പറൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ആകെയുള്ളൊരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ കേന്ദ്രം, സെൻട്രൽ ഗവൺമെൻറ് മുഖാന്തരം ഇതിൻ്റെ കരുക്കൾ നീക്കുക എന്നുള്ളതാണ്. കേന്ദ്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഒരു മെയിൽ അയച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഇന്നൊരാളുടെ അന്വേഷിച്ച് അയാളുടെ ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്യുക, അയാളുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ മാത്രമേ ഇപ്പോൾ അത് നീക്കാൻ പറ്റത്തുള്ളൂ. അത് കേരള ഗവൺമെൻറ് വിചാരിക്കണം. കേരള ഗവൺമെൻറ് കേന്ദ്രത്തിലേക്ക് ഇത് പെട്ടെന്ന് ഉടനടി തന്നെ റിക്വസ്റ്റ് ചെയ്യണം. കേന്ദ്രം പെട്ടെന്ന് തന്നെ ബ്രൂണൈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇന്നേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു ട്വിസ്റ്റായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചാനലുകളുണ്ടല്ലോ, എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ട വാർത്തകൾ എന്താണെന്നറിയാവോ? സുകുമാരക്കുറുപ്പിൻ്റെ ആ ഒരു കേസ് ഫയൽ ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ് സുകുമാരക്കുറുപ്പ് മരിച്ചു, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം മൂലം മരിച്ചിരിക്കാം, അല്ലെങ്കിൽ മരിച്ചു, കാരണം മരിച്ചിരിക്കാമെന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, മരിച്ചു എന്ന് തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ മരിച്ചു എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ക്രൈംബ്രാഞ്ച്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ IG ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു നമ്മളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ, അതായത് ഇന്ത്യൻ ഒരു ക്രൈം ഹിസ്റ്ററി തന്നെ ഏറ്റവും ഒരു സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു കേരളത്തിലെ ഒരു പിടികിട്ടാപ്പുള്ളി എന്ന് മാത്രമല്ല, അത് ഇന്ത്യയിൽ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുള്ള പേരാണ് സുകുമാരക്കുറുപ്പ്. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, സുകുമാരക്കുറുപ്പ് ഈസ് നോട്ട് എ ഹീറോ. സുകുമാരക്കുറുപ്പ് ഒരിക്കലും ഒരു ഹീറോ അല്ല. ആ ഒരു പരിവേഷത്തിലൊക്കെയാണ് പലരും, പ്രത്യേകിച്ച് ഈ കുട്ടികൾ ഒക്കെ സുകുമാരക്കുറുപ്പിനെ കാണുന്നത്. അതായത് ആ DQൻ്റെ ദുൽഖറിൻ്റെ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഹീറോ പരിവേഷത്തിലാണ് കാണുന്നത്. ഒരിക്കലുമല്ല, ഒരു കൊടും ക്രിമിനലാണ്, ഒരു നരാധമനാണ് സുകുമാരക്കുറുപ്പ് എന്നുള്ളത്. പണത്തിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ, തനിക്ക് അറിയത്ത് പോലുമില്ലാത്തൊരു മനുഷ്യനെ നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി ആ ഒരു ചാക്കോ എന്ന് പറയുന്ന മനുഷ്യനെ ക്രൂരമായി കൊന്ന ഒരു കൊലയാളിയാണ് സുകുമാരക്കുറുപ്പ്. ഇവിടെ വന്നാൽ തൂക്കിലേറ്റി കൊല്ലാൻ വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അയാൾ ഒരിക്കലും ഹീറോയല്ല. കേരളത്തിൽ നിന്നുള്ള ഒരു കൊടും ക്രിമിനലാണ് സുകുമാരക്കുറുപ്പ്. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ എത്രയൊക്കെ
നമുക്കിത് അറിയാമെങ്കിലും എവിടുന്നൊക്കെ ഒരു ഹീറോ പരിവേഷം കിട്ടുന്നു. അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത്രയും കാലം പോലീസ് വിചാരിച്ചിട്ടും അല്ലെങ്കിൽ സർവ്വസന്നാഹങ്ങളും ഇന്ത്യയിലുള്ള പോലീസ് പല രാജ്യങ്ങളിൽ പോയി എല്ലാ സ്റ്റേറ്റുകളിലും പോയി ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടും ഇയാളെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പിടികിട്ടാപ്പുള്ളി. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകളും സീരീസുകളും നോവലുകളും ഒക്കെ ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ ഇയാളുടെ ഈ വീരസാഹസിക കഥകൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടിട്ടാണ് പലപ്പോഴും ആ ഒരു വീരസാഹസിക പരിവേഷം ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർ സുകുമാരക്കുറുപ്പ് കൊന്ന ചാക്കോയുടെ മകൻ്റെയും ഭാര്യയുടെയും സ്ഥാനത്ത് നിന്നും ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു വ്യക്തി പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛനെ നിഷ്ഠൂരമായിട്ട് കൊല്ലുകയാണ്, നിങ്ങൾക്ക് അയാൾ ഹീറോ ആയിരിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും അയാളെ ഹീറോ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ, രാവിലെ വന്ന ന്യൂസിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രൈംബ്രാഞ്ച് സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാമെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അത് ഒറ്റൊരു വ്യക്തിയുടെ മൊഴിയെ തുടർന്നാണ്. മാത്രമല്ല കുറച്ച് മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിന് ബാക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 24 ന്യൂസ് പുറത്തുവിട്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണം. അതോടൊപ്പം തന്നെ അലി അക്ബർ എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് കേസ് 2017 അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ പറയുന്നത് അദ്ദേഹം ഒരു സമഗ്രമായിട്ടുള്ള സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പറ്റിയ ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരു അടിപൊളി റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ ഒരു വാർത്ത പുറത്തു വന്ന ശേഷം പറയുന്നുണ്ട്. അലി അക്ബർ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹം പറയുന്ന കാര്യം എന്തെന്നാൽ, താനിത് സമർപ്പിച്ചിട്ടും അത് പിന്നീട് അതിനെ പറ്റിയിട്ട് ഒരു തരത്തിലുള്ള അറിവും എനിക്കുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതായത് ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പൂഴ്ത്തി വയ്ക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ചില സംശയങ്ങളുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ സാമുദായിക സ്വാധീനം 1984 കാലഘട്ടം എന്നോർക്ക്. ഇന്നത്തെ പോലെ ആയിരുന്നില്ല, ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥകളും മാതൃവിധം ജാതി സംഘടനകൾ സമുദായങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു. അതോടൊപ്പം ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ പിടിപാടുണ്ടായിരുന്നത് സാമുദായിക സംഘടനകൾക്കായിരുന്നു എന്നൊക്കെ നിങ്ങൾ മറന്നുപോരും. നമ്മളുടെ മുൻ തലമുറയിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അല്ലേ. അപ്പോൾ ആ ഒരു സാമുദായിക ശക്തിയോ രാഷ്ട്രീയ ശക്തിയോ ഒക്കെ ഉപയോഗിച്ച് സുകുമാരക്കുറുപ്പ് സുഖമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ആംഗിളിലേക്ക് ഈ ഒരു അലി അക്ബർ അലി എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം 24 ന്യൂസിലും ആ ഒരു സംവാദമില്ലേ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള, അതിൻ്റെ അകത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ. ഞാനപ്പോൾ കാണുന്നുണ്ട്, നമ്മളിത് സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് രാവിലെ കണ്ട ന്യൂസിനെ പറ്റിയിട്ടാണ് അല്ലേ. രാവിലെ കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ സുകുമാരക്കുറുപ്പ് മരിച്ചു, സുകുമാരക്കുറുപ്പിൻ്റെ കേസ് ഫയല് ക്രൈംബ്രാഞ്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നു. പിന്നെ അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല, മരിച്ചു എന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയാണല്ലോ. സാധാരണഗതിയിൽ മരിച്ചു എന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ള മാക്സിമം വർഷങ്ങൾ കഴിഞ്ഞ് കടന്നു പോകണം. ഇപ്പോൾ ഒരു 100 വർഷമൊക്കെ, ഒരു 100 വയസ്സൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാം മരിച്ചു കാണാൻ സാധ്യതയുണ്ടെന്ന്. 100-ന് മുകളിൽ ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും 100-ന് മുകളിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് പറയാം മരിച്ചു കാണാനാണ് സാധ്യതയെന്ന്. പക്ഷേ സുകുമാരക്കുറുപ്പ് എന്ന കൊടും ക്രിമിനൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വയസ്സ് എത്രയായിരിക്കും എന്നറിയാവോ? 80 വയസ്സാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ 80 വയസ്സുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഒരു നോർമൽ ഹ്യൂമൻ ലൈഫ് സ്പാനിൽ വരുന്ന ഒരു ഏജാണ്. ഇപ്പോൾ നമ്മളുടെ പിണറായി വിജയൻ 81 വയസ്സുണ്ട്, അതിനേക്കാൾ 1 വയസ്സ് കുറവാണ്. മമ്മൂട്ടിയേക്കാളും 6 വയസ്സ് കൂടുതൽ മാത്രമാണ്. അപ്പോൾ 80 വയസ്സുള്ള ഒരാൾ ജീവിച്ചിരിക്കാൻ വളരെയേറെ സാധ്യതകൾ കൂടുതലാണല്ലേ. അങ്ങനെ ഇരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഇയാൾ മരിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിച്ച് ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം തന്നെ സുകുമാരക്കുറുപ്പിന് പണ്ട് മുതലേ ഇയാൾ ഈ ക്രൈം ചെയ്യുന്നത് 1984 ആ സമയത്ത് തന്നെ ഈ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, നെഞ്ചുവേദനകൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട്. അങ്ങനെ ഇരിക്കെ മാധ്യമങ്ങളിലൂടെ രത്നമ്മ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ കാണാനിടയാകുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പും ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴി എടുത്തു. അതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾ ചെന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രത്നമ്മയുടെ മൊഴിയാണ് പ്രധാനമായിട്ടും സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കാമെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കണമല്ലോ ഈ റിപ്പോർട്ടിൽ, അല്ല ചുമ്മാ മരിച്ചു എന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രത്നമ്മയുടെ മൊഴി ഈ ഒരു വഴിത്തിരിവായിരുന്നു ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച്. അത് 1988 നടക്കുന്ന കാര്യമാണ് കേട്ടോ. 84 ഈ കൊലപാതകം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4 വർഷത്തിന് ശേഷമാണ് ഈ ഒരു താൻ സുകുമാരക്കുറുപ്പിനെ കണ്ടുവെന്ന് രത്നമ്മ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് നോക്കുവാണെങ്കിൽ, ജാർഖണ്ഡിലെ ബൊക്കാറോ സ്റ്റീൽ സിറ്റി ജനറൽ ഹോസ്പിറ്റലിൽ
അന്ന് ഈ രത്നമ്മ എന്ന് പറയുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥിനികൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോകണമല്ലോ, രോഗികളെയൊക്കെ വിസിറ്റ് ചെയ്യണോ, അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അങ്ങനെ രത്നമ്മ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രത്നമ്മയുടെ സീനിയർ ആയിട്ടുള്ളൊരു മലയാളി വന്ന് പറയുകയാണ്, അവിടെ ICUവിൽ ഒരാൾ നെഞ്ചുവേദനയായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ICUവിൽ അഡ്മിറ്റ് ആകണമെങ്കിൽ കുറച്ച് എങ്കിലും സീരിയസ് ആകണമെങ്കിൽ മാത്രമല്ലേ ICUവിൽ അഡ്മിറ്റ് ആകത്തുള്ളൂ. അല്ലാതെ നെഞ്ചുവേദന മാറിയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പരിശോധനകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ കറൻ്റ്ലി നിലവിൽ നല്ല നെഞ്ചുവേദനയായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള മലയാളി വിദ്യാർത്ഥിനി രത്നമ്മയോട് പറയുകയാണ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് 18 ഭാഷ അറിയാമെന്നൊക്കെ പറയുന്നു, മലയാളം സംസാരിക്കുന്നുണ്ട്, അയാളുടെ ഭാര്യ നേഴ്സാണെന്നൊക്കെയാണ് പറയുന്നത്. ഇയാളിന് നമ്മളുടെ സുകുമാർ കുറുപ്പാണോ, അങ്ങനെ എനിക്കൊരു സംശയമുണ്ടെന്ന് ഈ രത്നമ്മയോട് പറയുകയാണ്. അപ്പോൾ രത്നമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ICUവിൽ പോയിട്ട് ഇയാളെ കാണുകയാണ്. അപ്പോൾ ഇയാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ മലയാളം സംസാരിക്കുന്നുണ്ട്, മലയാളം നല്ലതുപോലെ അറിയാം, സുകുമാർ കുറുപ്പിൻ്റെ മുഖച്ഛായ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ രത്നമ്മ സംസാരിക്കുന്നതിനിടയിൽ പറയുകയാണ്, ചെറിയനാടാണ് എൻ്റെ വീട്, ശിവരാമക്കുറുപ്പിൻ്റെ അയൽക്കാരിയാണെന്ന് പറയുകയാണ്. ശിവരാമക്കുറുപ്പാണ് സുകുമാർ കുറുപ്പിൻ്റെ അച്ഛൻ. അത് പറയുമ്പോൾ പുള്ളിയുടെ മുഖം പെട്ടെന്ന് ഇങ്ങനെ ഷോക്കാകുമല്ലോ. അപ്പോൾ തന്നെ ഇനി തിരിച്ചറിഞ്ഞോ, അങ്ങനത്തെ ഒരു സംശയം തോന്നിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ കൂടിയിട്ട് നമ്മളുടെ മുഖത്ത് ചിലപ്പോൾ ഒരു ഭാവമാറ്റം വരാമല്ലോ. ആ ഒരു ഭാവമാറ്റം കണ്ടു എന്നൊക്കെ രത്നമ്മ ആ ഒരു മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോഴെന്തായാലും അത് സുകുമാർ കുറുപ്പ് ആണോ ഇല്ലയെന്ന് കൺഫേംഡ് അല്ല. പിന്നെ രത്നമ്മ ICUവിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ ഇയാളെ വാർഡിലേക്ക് മാറ്റുകയാണ്. കുറയുമ്പോൾ ആ വാർഡിൽ നിന്ന് ഇയാൾ അബ്സ്കോണ്ടായി അവിടുന്ന് ഒളിച്ചോടി പോയി എന്നുള്ളതാണ് രത്നമ്മ പറയുന്ന മൊഴി. അവിടെ ജോഷി എന്ന പേരിലായിരുന്നു ഇയാൾ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സുകുമാർ കുറുപ്പാണോ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. പക്ഷേ രത്നമ്മയുടെ മൊഴി മാത്രം നമുക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സുകുമാർ കുറുപ്പിൻ്റെ ചായയുണ്ട്, ചെറിയനാട് ഈ ശിവരാമക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്താന്ന് പറയുമ്പോൾ അയാളൊന്ന് പേടിക്കുന്നുണ്ട്, അയാൾക്ക് മലയാളം സംസാരിക്കുന്നുണ്ട്, നല്ല ഓക്കെ ചായയാണല്ലോ. സുകുമാർ കുറുപ്പിനെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു രത്നമ്മ എന്നുള്ളത്. കാരണം വീടിൻ്റെ അടുത്താണ്, 1-2 തവണയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാരണം പുള്ളി കൂടുതലും ഗൾഫിലായിരുന്നു, പിന്നീട് ഇവിടെ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മൊഴിയായിരുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ, കേസ് ഫയൽ ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സുകുമാർ കുറുപ്പ് നേരത്തെ ഹൃദ്രോഗിയാണ്, ഇവിടെ നെഞ്ചുവേദനയായിട്ട് ICUവിൽ ഓക്കെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് നെഞ്ചുവേദന വന്ന് ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ മരിച്ചിരിക്കാനാണ് സാധ്യതയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കേസ് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും 24 ന്യൂസ് ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടിക്കുന്നത്. സുകുമാർ കുറുപ്പ് ബ്രൂണൈ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. ഈ ബ്രൂണൈ എവിടെയാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ വരുന്ന ഒരു രാജ്യമാണ്. പൂർണ്ണമായിട്ടും മലേഷ്യ എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട വളരെ കുഞ്ഞു രാജ്യമാണ് ബ്രൂണൈ എന്നുള്ളത്. കുഞ്ഞാണെങ്കിലും അത്രയും ഭയങ്കര കോടീശ്വരന്മാരാണ് അവിടുത്തെ. ബ്രൂണൈ സുൽത്താൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ഒരു മുടിവെട്ടിന് പോലും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രൂണൈ സുൽത്താൻ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു രാജ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 6000 സ്ക്വയർ കിലോമീറ്റർ താഴെയാണ്. അതായത് 2 എറണാകുളം ജില്ല വച്ചാൽ ഇതിനേക്കാളും കൂട്ടി വെച്ചാൽ ഇതിനേക്കാളും വലുതായിരിക്കും. 6000-ന് മുകളിൽ പോകും. പക്ഷേ ബ്രൂണൈയുടെ 5700 സംതിങ് സ്ക്വയർ കിലോമീറ്റർ മാത്രമാണുള്ളൂ. അത്രയും കുഞ്ഞു രാജ്യമാണ് അവിടെ. എന്നാലും അത്യാവശ്യം ഇന്ത്യക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2024 ബ്രൂണൈ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി എന്നുള്ളത്. അപ്പോൾ അവിടെ വാം വെൽക്കം അവിടുത്തെ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ നല്ല പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യ രാജ്യത്തിന് അവിടെ നല്ല സ്വീകാര്യതയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ 24 പറയുന്ന പ്രകാരം ഇയാൾ ഇന്ത്യക്കാർ കൂടുതലുള്ള പ്രദേശത്തു നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ മലയാളികൾ കൂടുതലുള്ള പ്രദേശത്തു നിന്നൊക്കെ മാറി ഒരു ഒഴിഞ്ഞ മേഖലയിൽ, അല്ലെങ്കിൽ അവരൊന്നും കടന്നു വരാൻ സാധ്യതയില്ലാത്തൊരു മേഖലയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾ ജോലി ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആയി ബന്ധപ്പെട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ്. അവിടെ മേസ്തരി പണിക്ക് പോകുക എന്നല്ല, അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്, ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇവിടെ ഒരു കാര്യം പറയുവാണെങ്കിൽ പലരും ഡിസ്കസ് ചെയ്യുന്നത് 24 ആരുടെയോ പടം കാണിച്ചിട്ട് സുകുമാർ കുറുപ്പാന്നും പറഞ്ഞിട്ട് അവരുടെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ അല്ലേ. ഒരു തെളിവില്ലാതെ ഏതോ ഒരു വ്യക്തിയുടെ പടം കാണിച്ചിട്ട് ഇതാണ് സുകുമാർ കുറുപ്പെന്ന് പറഞ്ഞാൽ ഇവർ നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല. അത് സുകുമാർ കുറുപ്പ് അല്ലെങ്കിൽ ഇവരുടെ വിശ്വസനീയത കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. അപ്പോൾ 24 പറയുന്നൊരു കാര്യമുണ്ട്, ഇയാൾ അവിടെ ഏത് പേരിലാണ് ജീവിച്ചത്. 24 ഇയാളുടെ പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഹാഷ്മി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു വിചിത്രമായിട്ടുള്ള ഒരു വല്ലാത്തൊരു പേരിലാണ് ജീവിച്ചിരുന്നത്. 2 മതങ്ങളുടെ പേര് കൂട്ടിച്ചേർത്ത് ഇപ്പോൾ നമ്മൾ കൃഷ്ണൻ അബ്ദുള്ള എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇതുപോലുള്ളൊരു പേരിൽ അങ്ങനെ 2 മതങ്ങളുടെ ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുകളുണ്ടല്ലോ, അങ്ങനെ കൂടിക്കലരുന്നൊരു പേരാണ് ഇയാൾ ജീവിക്കുന്നത് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. 24 ന്യൂസ് തന്നെ ഈ ഒരു ഇൻഫോർമറാണ് കേട്ടോ ഇത് ഇൻഫോം ചെയ്യുന്നത്. കാരണം
എവിടെയൊക്കെ ഒരു കാര്യം അറിയാമോ, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളി ഉണ്ടാകും. നോർത്ത് ഇന്ത്യ ഒഴിച്ച് നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും മലയാളി ഉണ്ടാകും. ഇയാൾ ഒഴിഞ്ഞു മാറിയൊക്കെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അവിടെയും മലയാളി ഇയാളുടെ ഒപ്പം സഹവർത്തിച്ച് അവിടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ആ ഒരു വ്യക്തിയായിരുന്നു 24ൻ്റെ ഇൻഫോർമർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 24 ഈ ഇൻഫോർമറിൻ്റെ വോയിസ്, അതായത് 24 ആ ഒരു റിപ്പോർട്ടർ സെൽഫി പോലെ ഇടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇൻഫോർമറിൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല, പക്ഷേ അയാൾ സംസാരിക്കുന്നത് ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് 24 ന്യൂസ് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ആ ന്യൂസിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ കേട്ട പേരെന്തെന്നാൽ ജോൺ എന്നുള്ളതാണ്. ഓക്കെ, ജോൺ എന്നുള്ള ഫസ്റ്റ് നെയിമും അപ്പോൾ സെക്കൻഡ് നെയിമും വേറൊരു റിലീജിയനുമായി ബന്ധപ്പെട്ട്, വേറെ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഹിന്ദുയിസമോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പേരായിരിക്കാം. ഈ ഇൻഫോർമറും ഒരു മലയാളി തന്നെയാണ്. ഇയാൾ ഒരുപാട് കാലമായിട്ട് ഈ സുകുമാർ കുറുപ്പിനൊപ്പം ജോലി ചെയ്തൊക്കെയാണ് ജീവിച്ചു പോരുന്നത്. പക്ഷേ അറിയില്ലല്ലോ, കാരണം ഇയാൾ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി മാറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു സൂചന പോലും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ മുഖത്തിൻ്റെ ആ ഒരു രൂപമൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ സുകുമാർ കുറുപ്പിൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ളതാണ്, അത് തന്നെ ഈ ഒരു ഇൻഫോർമർ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി മുമ്പിൽ വന്ന് നമ്മൾ തിരിച്ചറിയുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാലും അയാൾക്ക് പല പല സംശയങ്ങളും തോന്നുകയാണ്. 2022-23 കാലഘട്ടങ്ങളിലൊക്കെ സംശയം ഭയങ്കര കൂടുകയാണ്. അപ്പോഴാണ് ഇയാളുടെ പാറ്റേൺസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇയാൾ ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും പറ്റൂല, ഫോട്ടോ ഒന്നും എടുക്കേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. വളരെ ദുരൂഹമായിട്ടുള്ള അധികം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത അങ്ങനെ പലതരത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഈ സുകുമാർ കുറുപ്പ് അവിടെ നയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാറിൻ്റെ മുമ്പിൽ നിൽക്കൂ, കാറിൻ്റെ വലിപ്പം നോക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതോടൊപ്പം 24 ന്യൂസ് പുറത്തുവിട്ട വീഡിയോ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ വോയിസ് മാത്രമുള്ളൂ ഇൻഫോർമറിൻ്റെ, അതിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഞാൻ 1 മാസം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നില്ല? അത് തന്നെ ഒരു ദുരൂഹമല്ലേ? പിന്നെ ഒരു കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ കാറിൻ്റെ വലിപ്പമോ അങ്ങനെ എന്തൊക്കെയോ നോക്കാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഉച്ച കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ സുകുമാർ കുറുപ്പാന്ന് ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് 24 പറയുന്നൊരു കാര്യം എന്തെന്നാൽ ഫോൺ കോളാണ്. ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം കണക്ഷൻ ഉണ്ടല്ലോ, അത് സ്വന്തം പേരിലായിരുന്നില്ല, മറിച്ച് തൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചൈനീസ് സ്വദേശിയുടെ പേരുള്ള സിം കാർഡായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് കേരളത്തിലേക്ക് ഇയാളുടെ ബന്ധുക്കളിലേക്ക്, അല്ലെങ്കിൽ ബന്ധുക്കളെന്ന് സംശയിക്കുന്ന വ്യക്തികളിലേക്ക്, കേരളത്തിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് കോൾസ് പോകുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഈ ന്യൂസ് എയർ ചെയ്യുമ്പോൾ പോലും അയാൾക്ക് തിരിച്ച് കേരളത്തിൽ നിന്ന് ആ നമ്പറുകളിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുക്കാതെ ഒരിക്കലും അത് പറയത്തില്ല. അപ്പോൾ അത് വളരെ ദുരൂഹമല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഏത് നമ്പറിൽ നിന്നാണ് വന്നത്, ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ്, കേരളത്തിലുള്ള ആ നമ്പറിൻ്റെ പക്കാ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവർ ഒറിജിനൽ ഐഡിയിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ. അപ്പോൾ അത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം ഇയാൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ മലേഷ്യയിൽ ജനിച്ച ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഒരു കേരള വംശജനാണ് എന്നുള്ളതായിരുന്നു. പിന്നീട് ഒരു തവണ മാത്രമാണ് താൻ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇയാളുടെ പശ്ചാത്തലമൊന്നും മറ്റുള്ളവരോട് പറയാൻ അധികം കൂട്ടാക്കത്തില്ലായിരുന്നു. എപ്പോഴും ഒതുങ്ങി ജീവിക്കുന്നു, താനൊരു ഇൻട്രോവേർട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഇൻഫോർമർ ഇയാളുടെ പഴയൊരു പാസ്പോർട്ടും കാണുകയാണ് സുകുമാർ കുറുപ്പ് എന്നുള്ള പേരിൽ തന്നെയുള്ളത്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ന്യൂസ് വന്നപ്പോൾ, ഈ വാർത്തകൾ പുറത്ത് വന്നപ്പോഴേക്ക് ഇയാൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോയി? അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ, മറിച്ച് ഇയാൾ അവിടെ നാട് വിട്ടിരിക്കുകയാണ്. ഇയാളെ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇയാൾ ആക്റ്റീവായിട്ടൊരു കമ്പനി ബിസിനസ്സൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വാർത്ത വരുമ്പോഴേക്കും അപ്രത്യക്ഷമാകേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല 24 ന്യൂസ് ഒരിക്കലും ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിരില്ല കൃത്യമായിട്ടുള്ള തെളിവുകളില്ലാതെ. കാരണം അവരുടെ ചരിത്രത്തിലുടനീളം അവർ ചോദ്യം ചെയ്യപ്പെടും ഇത് തെറ്റായിട്ടുള്ള വ്യാജ വാർത്തയാണെങ്കിൽ. അപ്പോഴങ്ങനെയാണ് സുകുമാർ കുറുപ്പിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം ഇവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഉറപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് തെളിവുകൾ കൂടെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല, വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നുള്ളതാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടെ സംസാരിക്കേണ്ട ഒരു സംഭവമാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അക്ബർ അലി. അദ്ദേഹം 2017 ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് DGPക്ക്. പക്ഷേ പിന്നീട് ആ ഒരു ഫയലിനെ പറ്റിയിട്ട് ഒരു അറിവും ഉണ്ടായിട്ടില്ല. അതായത് ആ ഫയൽ പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളൊരു വാദമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മാസം മുമ്പ് മുതലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഈ ഒരു ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ഷോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അദ്ദേഹം വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ ഫയൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ 24 ന്യൂസിൽ പറയുന്നുണ്ട് 169 കോൾ ലോഗ് മാത്രം അതിലുണ്ടായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഈ സുകുമാർ കുറുപ്പിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ, ഭാര്യ, 2 മക്കൾ, ഭാര്യയുടെ സഹോദരൻ, പിന്നെ അങ്ങനെ കുറേ ആ ഒരു ബന്ധുക്കളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ഇവർ ഇയാളെ വിളിക്കാൻ ഉപയോഗിച്ച നമ്പറുകൾ, വിളിച്ച ആ ഒരു കോൾ റെക്കോർഡൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ നമ്പറിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ കേരള പോലീസിന് എടുക്കാമല്ലോ, അതെടുത്തിട്ട് വിദേശത്തേക്ക് പോയിട്ട്
ചെയ്തിട്ടുള്ള കോളുകളിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ വച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അത്. മാത്രമല്ല പോലീസിന് സിമ്പിളായിട്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് ഈ ബന്ധുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൽ ഈ അക്ബർ അലി പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ഒരാൾക്ക് ആരാന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, ഓക്കെ, സുകുമാർ കുറുപ്പിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ഒരാൾക്ക് 12 നമ്പറുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് പലപ്പോഴായിട്ട് വിദേശ നമ്പറുകളിലേക്ക് കോൾ പോകാറുണ്ടായിരുന്നു. ആ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ മാത്രം പോലീസിന് എളുപ്പത്തിൽ എത്തിച്ചേരായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പോലീസ് ആ ഫയൽ പോലും എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുക്കണമെങ്കിൽ എന്ത് രാഷ്ട്രീയ സ്വാധീനമാണ് സുകുമാർ കുറുപ്പിനുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം നടക്കുന്ന 1984 ഇന്ന് കാണുന്ന ഒരു സാഹചര്യവുമായിട്ട് അന്ന് ബന്ധമില്ലായിരുന്നു. ആൾക്കാരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം മാറി, രാഷ്ട്രീയ സാഹചര്യം മാറി, ടെക്നോളജിയുടെ സാഹചര്യം മാറി. അന്ന് ടെലിഫോണൊക്കെയുള്ള വീടെന്നൊക്കെ പറഞ്ഞാൽ വലിയ പണക്കാരാണ്. വലിയൊരു സിറ്റി തന്നെ ചിലപ്പോൾ ഒന്ന്, അല്ലെങ്കിൽ വലിയൊരു പ്രദേശത്ത് ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു ലാൻഡ് ഫോണൊക്കെ കാണത്തുള്ളൂ. അതും വിളിക്കാനാണെങ്കിൽ തന്നെ വളരെ അപൂർവം വീട്ടിലേ കാണത്തുള്ളൂ അല്ലേ. അന്ന് പ്രധാനമായിട്ടും ഈ പോസ്റ്റൽ സംവിധാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന മറ്റൊരു സാഹചര്യമായിരുന്നു, നമുക്കറിയാം പണ്ട് ഒരുപാട് മലയാളികളൊക്കെ ഗൾഫിൽ പോയിട്ടുള്ളത് 10 മാരിയിലൊക്കെ കയറി, പാസ്പോർട്ടോ വിസയൊന്നുമില്ല, അവിടെ പോയിട്ട് അവിടുന്ന് പാസ്പോർട്ട് ഒപ്പിച്ച് പിന്നീട് ലീഗലാക്കി, അങ്ങനെ ഒരുപാട് കഥകൾ നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ അന്ന് വേറൊരു രാജ്യത്തേക്ക് ചേക്കേറിയാലും 91 മുതൽ ഒളിവിലാന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. വേറെ രാജ്യത്തേക്ക് പോയാലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് അവിടുന്ന് ഒരു കള്ള പാസ്പോർട്ട് ഒപ്പിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ളൊരു സിറ്റിസണാണെന്ന് വരുത്തുന്ന ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ഒക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് വെച്ചിട്ട് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ കയറ്റിവിടാം. അതായിരുന്നു പണ്ടെല്ലാവരും കളിച്ചിരുന്ന കളി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സാഹചര്യം മാറി. അതോടൊപ്പം രാഷ്ട്രീയ സാഹചര്യം, അന്ന് സാമുദായിക സംഘടനകളും അതോടൊപ്പം രാഷ്ട്രീയത്തിൽ പല നെറുകലുകളും കാണിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇന്നത്തെ പോലെ മാധ്യമങ്ങളില്ല, ഇതുപോലെ ദൃശ്യമാധ്യമങ്ങളൊന്നും കാര്യമായിട്ടില്ല, റേഡിയോയും ചെറിയ പത്രങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതല്ലേ. ഇപ്പോഴാണെങ്കിൽ ഒരു പോലീസ് തന്നെ ഒരു സംഭവം കാണിച്ചാൽ അപ്പോൾ വീഡിയോ നമ്മളിലേക്ക് എത്തും. അതുകൊണ്ടൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ പവറും രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയുള്ളവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു ഈ 84 എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ അന്ന് കേരളം ഭരിച്ചിരുന്നത് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാമുദായികപരമായിട്ട് ഒരു രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിട്ട് സുകുമാർ കുറുപ്പ് സുഖമായിട്ട് ജീവിച്ചു, ആ ഒരു കേസ് അട്ടിമറിക്കപ്പെട്ടു തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അതിപ്പോഴും അട്ടിമറിക്കപ്പെടണമെങ്കിൽ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും സുകുമാർ കുറുപ്പ് ഭയങ്കര പവർഫുള്ളാണ് തുടങ്ങിയ സംഭവങ്ങളൊന്നും എനിക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് പോലീസ് ഒരു തെളിവില്ലാതെ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ തിടുക്കപ്പെടുന്നു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കും. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നില്ല പറഞ്ഞാൽ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പിടിക്കട്ടെ, ആ ഒരു കൊടും ക്രിമിനലിനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരട്ടെ, അവനവിടെ ഉണ്ടതിന്ന് കിടക്കട്ടെ. അവൻ ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലയാളിയാണ് സുകുമാർ കുറുപ്പ്, ഒരിക്കലും ഒരു ഹീറോ അല്ല. നിങ്ങളുടെ അച്ഛനെ നാളെ ഒരാൾ ക്രൂരമായിട്ട് കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വന്നാലും ഹീറോ ആകും? ഇല്ല, അതുപോലൊരു കൊലയാളി, ഒരു ബ്രൂട്ടൽ ക്രിമിനലാണ് സുകുമാർ കുറുപ്പ്. അവനെ ഇവിടെ കൊണ്ടുവരണം, അവൻ ഇവിടുത്തെ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടണം, തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. അത് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇയാൾ സുകുമാർ കുറുപ്പ് തന്നെയായിരിക്കുമോ അതോ വെറുതെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും? എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മാടപ്പള്ളി സൈനിങ്.